ഹലോ, അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പോത്തിറച്ചിയും കപ്പ വേവിച്ചതുമാണ് കേട്ടോ. ഇന്ന് ഞാൻ രാവിലെ പോയിട്ട് മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു, പോയി വന്നോളൂ കേട്ടോ. അപ്പം നല്ല പോത്ത് കിട്ടിയിട്ടുണ്ട്. ഞാൻ വിചാരിച്ചു പോത്തിൻ്റെ റെസിപ്പി ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, അപ്പം അതും കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോവാണ്. ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്, വെള്ളത്തിലിട്ടിട്ടുണ്ട്. ഇനി പെട്ടെന്നൊന്ന് വേവിച്ചെടുക്കാം. അരപ്പ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് തേങ്ങയും മഞ്ഞൾപ്പൊടി, നല്ല ജീരകം, ചെറിയ ഉള്ളി, പിന്നെ കുറച്ച് കുരുമുളക് പൊടി, കരിവേപ്പില, വെളുത്തുള്ളി, കാന്താരി കേട്ടോ. കപ്പയുടെ അരപ്പിന് വേണ്ടിയാണ്, നമ്മൾ ഇറച്ചിയുടെ ആക്കിയില്ല. അപ്പോൾ ഇത് മാറ്റി വെച്ചിട്ട് നമുക്ക് പോത്തിറച്ചി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചെറിയ ഉള്ളി, വെളുത്തുള്ളി, കരിവേപ്പില, ഇഞ്ചി, പിന്നെ തേങ്ങാക്കൊത്തും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത്രയാണ്. നമ്മൾ വഴറ്റി ഒന്ന് ആദ്യം ചേർക്കും. ഇതിലെല്ലാം നമുക്കൊന്ന് വറുത്തെടുക്കണം. ഇത് പിന്നെ നമ്മുടെ മീറ്റ് മസാല ഇല്ലേ, കിച്ചൺ ട്രഷറിൻ്റെ, അതും പിന്നെ കുറച്ച് കുരുമുളക് പൊടി, പെരുംജീരകപ്പൊടി, പിന്നെ ഗരം മസാല, മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി. ഇത് നല്ലോണം ഒന്ന് ഞാൻ വറുത്തെടുക്കുവാണ്. ചട്ടിയിൽ തന്നെയാണ് കേട്ടോ കറി ഉണ്ടാക്കുന്നത്. എല്ലാം ഞാൻ പെട്ടെന്ന് വറുത്തെടുത്തിട്ടുണ്ട്. ചൂടായി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് അതിനകത്തോട്ട് ഇത് 2-3 ഉലുവ ഉണ്ടോ, ഈ ഉലുവ ഒന്ന് ഇട്ട് കൊടുക്കുവാണ്. എന്തിനാന്ന് വെച്ചാൽ നമ്മുടെ ഇറച്ചി വേഗം വെന്ത് കിട്ടാനാണ്. വരുമ്പോൾ ഈ എടുത്ത് വെച്ച എല്ലാം കൂടെ ഞാൻ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാൻ പോവാണ്. എല്ലാം കൂടെ ഇട്ടാൽ ഒരു കുഴപ്പമില്ല. അല്ല, തേങ്ങാക്കൊത്ത് തന്നെ ഇട്ട് അങ്ങനെ നമ്മൾ ഡ്രൈ ആക്കുന്നില്ലല്ലോ, ഇറച്ചിക്കകത്ത് കിടന്ന് വേകാനല്ലേ. അതുകൊണ്ട് ഞാൻ എല്ലാം കൂടെ എണ്ണയെല്ലാം ചൂടായി വന്നിട്ടുണ്ട്. നമ്മൾ എടുത്ത് വെച്ച എല്ലാം കൂടെ നമുക്ക് എണ്ണക്കകത്തിട്ടിട്ട് ഒന്ന് നല്ലോണം വഴറ്റിയെടുക്കാം കേട്ടോ. തേങ്ങാക്കൊത്തും ചെറിയുള്ളിയും എല്ലാം കൂടെ ഉലുവ പൊട്ടി വന്നിട്ടുണ്ട്. പിന്നെ എല്ലാം കൂടെ ഒന്നിച്ച് തന്നെ ഇട്ടിട്ടാണ് വഴറ്റുന്നത്. ഞാൻ തന്നെ വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ് വീഡിയോ ഇത്ര പൊക്കത്തിലിട്ട് വെച്ച് എടുക്കുന്നത് കേട്ടോ. ആൾക്ക് ഇവിടെ ഇല്ല, അതുകൊണ്ടാണ്. ഇത് നമുക്ക് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കാം. തേങ്ങാക്കൊത്തെല്ലാം നല്ലോണം മൂത്ത് വന്നിട്ടോ. നമ്മൾ വറുത്ത് വെച്ച പൊടിയും കൂടി ഇതിലിട്ട് നമുക്കൊന്ന് ചുമ്മാ ഒന്ന് ചൂടാക്കിയെടുക്കാം. നമ്മൾ വറുത്ത് വെച്ചാണ്, അതുകൊണ്ട് അധികം അങ്ങോട്ട് ആക്കണ്ട. വെറുതെ ഒന്ന് ചൂടാക്കിയിട്ട് നമുക്ക് ഇറച്ചിയും കൂടി ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് വേവിക്കാം കേട്ടോ. ചട്ടി ആയതുകൊണ്ട് നമ്മൾ നേരത്തെ മസാലയൊന്നും പരട്ടി വെച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇറച്ചിയിൽ ചട്ടി കടന്ന് വേകുമ്പോൾ എല്ലാം ഇതിനകത്ത് പിടിച്ചോളൂ കേട്ടോ. ഇതൊന്നിങ്ങനെ വഴറ്റിയിട്ട് നമുക്ക് ഇറച്ചിയും കൂടി ഇതിലിടാം കേട്ടോ. ഇനി നല്ലോണം ഇത് മിക്സ് ചെയ്തിട്ട് നമുക്ക് വേകാറായി വരുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് ചട്ടിയിൽ ഞാൻ പറയുന്നത് നമ്മൾ ഒഴിക്കുന്ന വെള്ളമെല്ലാം കുറുകി വരുവേ. ചട്ടിയിലാവുമ്പോൾ നല്ല അരപ്പും പിടിക്കും, നല്ല സെറ്റായിട്ട് വരും. ഓഫ് ചെയ്ത് നല്ലോണം കുറുകണം ഉടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നല്ലോണം വെന്ത കപ്പയാണ്. നമുക്ക് കഴിക്കാം. നമ്മൾ കപ്പയും ഇറച്ചിക്കറിയും റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ. ചട്ടിയിൽ വെച്ചുകൊണ്ട് പ്രത്യേക ഒരു ടേസ്റ്റുമാണ്. നല്ല പുട്ട് പോലെ വെന്ത കപ്പയും നല്ല ഇറച്ചിക്കറിയും, നല്ല എന്താ പറയുക, നല്ലൊരു മണവും. കപ്പയും ഇറച്ചിക്കറിക്ക് ഒരു പ്രത്യേക സ്വാദല്ലേ. പിന്നെ ഇത് മോരാണ്. മോര് കാന്താരിയും ചെറിയുള്ളിയും കരിവേപ്പിലൊക്കെ ഇട്ട് അടിച്ചിട്ട് നല്ല തണുപ്പിച്ച മോരും കപ്പപ്പുഴുക്കും ഇറച്ചിക്കറിയും നമുക്ക് കിട്ടുക കേട്ടോ. കഴിക്കട്ടെ.